കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞുറുക്ക് ഗോതമ്പ് വെച്ച് ഒരു പായസമാണ്. അതിനായിട്ട് ഞാൻ ഞുറുക്ക് ഗോതമ്പ് എടുത്തത് കണ്ടോ. ഇത് കുതിർത്ത് ഒരു 2 സ്റ്റീം വരുത്തി വെച്ചിരിക്കുകയാണ്. കുക്കറിൻ്റെ അകത്ത് 2 സ്റ്റീം വരുത്തി എടുത്ത് വെച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് പകുതി മുക്കാൽ വെന്തിരിക്കുകയാണ്. പിന്നീട് പശുവിൻ പാല്, ശർക്കര ഉരുക്കിയത്, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാപ്പാൽ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് ഒരടിപൊളി പായസം ഇപ്പോഴുണ്ടാക്കാം. കുട്ടികൾ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ ചട്ടി അടപ്പത്ത് വയ്ക്കട്ടെ. ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചു, തീ കൊളുത്തി. അതിലേക്ക് ഈ പാലിൽ നിന്നും പകുതി കൂടുതൽ പാല് ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ പാലിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ കൊടുക്കുകയാണ്. 2 കപ്പ് വെള്ളവും കൂടെ കൊടുക്കുകയാണ്. 1 കപ്പ് കൊടുത്തു. അതെ, അതൊന്ന് തിളയ്ക്കട്ടെ. ഈ പാലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച, ആദ്യം വെന്തിട്ടില്ല, ചൂടായി. അപ്പോൾ ഈ ചൂട് മതി. നമുക്കിതിലോട്ട് ആ ഗോതമ്പ് ഞുറുക്ക് കൂടി കൊടുക്കാം. ഞാൻ ഗോതമ്പ് ഞുറുക്ക് കൂടെ കൊടുക്കുകയാണേ. ഞാൻ ആ പാലത്ത് ഗോതമ്പ് ഞുറുക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അവരെല്ലാവരും കൂടെ ചേർന്ന് ഒന്ന്, അപ്പോൾ ഇതൊന്ന് വേവട്ടെ. തിളച്ചതിന് ശേഷം അമ്മ കാണിക്കാം. ഓക്കെ, ഒന്ന് വേവട്ടെ. ദേ നമ്മൾ പാലും ഞുറുക്ക് ഗോതമ്പും കൂടാണ് വെച്ചത്. അതായത് 2 സ്റ്റീം വന്ന ഞുറുക്ക് ഗോതമ്പും പാലും കൂടാണ്. പാലിൽ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചായിരുന്നു. ദേ വെന്തോണ്ടേ ഇരിക്കുകയാണ്. അത് നന്നായിട്ട് വേവട്ടെ. കാര്യം ഞുറുക്ക് ഗോതമ്പല്ലേ, അപ്പോൾ ഗോതമ്പാകുമ്പോൾ അതിന് ഇച്ചിരി വേവുണ്ടല്ലോ. അപ്പോൾ അത് ആ പാലിൻ്റെ അകത്തൊന്ന് നന്നായിട്ട് വശക്കി അമ്മ വേവിച്ച് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് കൊടുക്കുന്നത്. ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ചു. ഇനി നമ്മളത് നന്നായി യോജിപ്പിക്കുകയാണ്. ശർക്കരപ്പാനി കൊടുത്തു. നല്ല വെള്ള മൈസൂർ ബെല്ലമായിരുന്നു. അതാ വെളുത്തിരിക്കുന്നത്, കറുത്തതല്ല. മൈസൂർ ബെല്ലം അല്ല, വെള്ള മൈസൂർ ബെല്ലമാണ് ഞാൻ ഉരുക്കിയെടുത്തത്. ഇതാ കണ്ടോ. അപ്പോൾ ഇനി ആ മധുരത്തിൽ ഇവൻ ഒന്ന് നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. മധുരത്തിലൊന്ന് വരണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ പിന്നീട് കാണിക്കാം. പറഞ്ഞു, നമുക്ക് കുറച്ച് പാലും കൂടി ഇരിപ്പുണ്ട്. അതും കൂടെ നമുക്ക് കൊടുക്കാം. കൊടുത്തു. അതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം. ഇപ്പം ഇതുവരെ കൊടുത്തത് നമ്മൾ ഈ 2 വട്ടം കൊടുത്തതും പശുവും പാലായിരുന്നു. ഇനി നമ്മൾ തേങ്ങാപ്പാൽ, 1-ാം പാൽ വെള്ളം ഒഴിക്കാതെ തേങ്ങ മിക്സിയിൽ അരച്ച് ഞെക്കി പിഴിഞ്ഞെടുത്ത പാൽ ഗ്ലാസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇറക്കാൻ നേരവേ കൊടുക്കും. ഇതിപ്പം നന്നായിട്ട് ഒന്നും കൂടെ റെഡിയാകട്ടെ. നമ്മൾ ഇരുന്ന പാലാണ്, രണ്ടാമത് ഇരുന്ന പാല് 2-ാം പാലായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ പാലും ഈ നമ്മൾ ഇതുവരെ ഇളക്കിക്കൊണ്ടിരുന്ന പായസക്കൂട്ടും കൂടെ ചേർത്ത് നമ്മൾ ഒന്നും കൂടെ വേവിക്കുകയാണ്. നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ. കൊച്ചു തീയിൽ ഞാനത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്.
അടിക്ക് പിടിക്കരുതെന്നേ ഉള്ളൂ. ഇതാ അടിക്ക് പിടിച്ചിട്ടില്ല. നന്നായി നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെളുത്തിരിക്കുന്നെങ്കിലും നല്ല മധുരമുണ്ട് കേട്ടാ, മധുരവും എല്ലാം ഉണ്ട്. നമ്മൾ ശകല ഉപ്പിട്ടാണ് ഗോതമ്പ് വേവിച്ചത്. അപ്പോൾ ഉപ്പ് കൊണ്ട് ആ ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തുണ്ട്, മധുരവും ഉണ്ട്. കണ്ടല്ലോ, നന്നായി ഒന്ന് വറ്റട്ടെ. സംഗതി എപ്പോഴേ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടാമതൊഴിച്ച പാലും കൂടെ ഒന്ന് നന്നായി ചേർന്ന് ഇതാ ഇത് എളുപ്പമാണ്. കുഞ്ഞുങ്ങൾക്ക് പള്ളിക്കുടത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഞുറുക്ക് ഗോതമ്പ്, ഇപ്പം എല്ലാ വീട്ടുകളിലും ഡയബറ്റിക്കുകാരുണ്ടല്ലോ, അപ്പോൾ ഞുറുക്ക് ഗോതമ്പ് എല്ലാ വീട്ടുകളിലും കാണും. അപ്പോൾ അതിൽ നിന്നൊരു ശകലം, ഒരു കൊച്ചു കപ്പ് എടുത്ത് ഒന്ന് കുതിർത്ത് ഒരു സ്റ്റീമോ 2 സ്റ്റീമോ വന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ വയറ് നൊന്തു വെന്തില്ല എന്നുള്ള പരാതി വരത്തില്ല. പെട്ടെന്ന് ഇച്ചിരി പാലിൻ്റെ അകത്ത് നമ്മൾ ഈ കാണിക്കുന്ന കണക്കൊന്ന് ചെയ്ത സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർ ഹാപ്പിയാണ്, കുഞ്ഞുങ്ങൾ ഹാപ്പിയാണ്. ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് തിളച്ചേട്ടെ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ നമ്മൾ കൈ മാറ്റരുത്, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്, ഗോതമ്പല്ലേ. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പായസം റെഡിയായി കണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പം നമ്മൾ ഒഴിച്ചു, രണ്ടാം പാൽ ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാൽ കൊടുക്കാൻ പോവുകയാണ്. നോക്കിക്കോ, തേങ്ങാപ്പാൽ കൊടുക്കണമെങ്കിൽ തീ അണയ്ക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം അണയ്ക്കാൻ പോവുകയാണ്. ഫ്ലെയിം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങാപ്പാൽ കൊടുക്കാൻ പോവുകയാണ്. തേങ്ങാപ്പാൽ കൊടുത്തു, അത് നമുക്കൊന്ന് ഇളക്കാം. തേങ്ങാപ്പാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കേണ്ട കാര്യമില്ല, പായസം റെഡിയായി. ഇനി ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ മൂപ്പിച്ച് ഇടും. അപ്പോൾ ഞാനിത് വാങ്ങി വെച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ചിട്ടിട്ട് കാണിക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വഴറ്റാനായിട്ട് ഞാൻ ദാ ചട്ടി അടപ്പയിൽ വെച്ചു, നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഞാൻ ഒഴിച്ചു. അതിലേക്ക് ഇതാ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും, നെയ്യൊന്ന് ചൂടാകട്ടെ. ആ കണ്ടോ, മുട്ടൻ അണ്ടിപ്പരിപ്പാ മേടിച്ചേക്കുന്നേ. ഞാൻ പൊട്ടിക്കത്തില്ല, ഞാൻ ഓരോന്ന് വീതം ഇടും, കിട്ടുന്നവർ കഴിക്കട്ടെ. നമ്മൾ നാട്ടുകാരും വീട്ടുകാരും ആരായാലും വരുന്നവർക്ക് കൊടുത്താലും വീട്ടിലുള്ളവർക്കായാലും കഴിക്കുന്നവർ കഴിക്കട്ടെ. കിട്ടുന്നവർക്ക് ഒരണ്ടിപ്പരിപ്പം കിട്ടണം. അണ്ടിപ്പരിപ്പ് കിട്ടിയില്ല എന്നുള്ള പരാതി പാടില്ല, മുന്തിരി കിട്ടിയില്ല എന്നുള്ള പരാതി പാടില്ല. ഞാൻ ചെയ്യുമ്പോൾ ഒടിക്കത്തില്ല ഒരിക്കലും, ഒടിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. ഒരണ്ടിപ്പരിപ്പ് ഒരാൾക്കും കിട്ടട്ടെ. ആ നല്ല വാസന. അപ്പോൾ മൂത്തിട്ടുണ്ട്. തീ ഞാൻ കെടുത്തി അതിലോട്ട് ഞാൻ കോരി ഒഴിക്കുകയാണ്. ഇത് പണ്ടത്തെ രീതിയാണ്. പച്ചപ്ലാവില വെച്ച് കോരി മൊത്തം അങ്ങൊഴിക്കും. കണ്ടോ, നമ്മൾ കൊണ്ടോടണ്ട, പിടിക്കണ്ട. കണ്ടല്ലോ,
അപ്പോഴ ആ നെയ്യെല്ലാം അതിൽ കിട്ടിയിട്ടുണ്ട്. ഉണ്ട്, പായസം റെഡി. എങ്ങനുണ്ട്? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഇതേപോലെ ഞുറുക്ക് ഗോതമ്പ് കിട്ടുമ്പോൾ കുറച്ച് ഞുറുക്ക്, ഞാനിപ്പോൾ ഇച്ചിരി എടുത്തോളൂ, ഇതേപോലെ നമ്മളൊന്ന് കുതിർത്ത് ഇതുപോലെ ചെയ്യണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വരുവോളൂ. ബൈ മക്കളെ.